friends, this is me Tintu and you are watching your Tintu's Life. അങ്ങനെ ഞങ്ങൾ നീണ്ട 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നാട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തതുപോലെ തന്നെ ഞങ്ങളുടെ ജിദ്ദ മുതൽ കാലിക്കറ്റ് വരെയുള്ള ഫ്ലൈറ്റ് ജേണിയാണ് ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇപ്പോൾ നമ്മൾ കിങ് അബ്ദുൽ അസീസ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ജിദ്ദ നോർത്ത് ടെർമിനലിൽ ആണ് ഉള്ളത്. ഈ എയർപോർട്ട് 1981 ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ എയർപോർട്ടിൽ 80,000 പാസഞ്ചേഴ്സിനെ അറ്റ് എ ടൈം ഓക്യുപ്പൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇന്ന് നമ്മൾ സ്പൈസ് ജെറ്റ് ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ് പോകുന്നത്. നമ്മൾ ഇപ്പോഴുള്ളത് ഏപ്രൺ സൈഡിലാണ്. ഇവിടെ എയ്റോ ബ്രിഡ്ജ് ഇല്ലാത്തതുകൊണ്ട് ഈ കാണുന്ന എയർ സ്റ്റെയർ വഴിയാണ് ഫ്ലൈറ്റിലോട്ട് കയറുന്നത്. ഈ എയർക്രാഫ്റ്റ് ബോയിങ് 737-800 ആണ്. ഇതിൻ്റെ പാസഞ്ചർ കപ്പാസിറ്റി 189 ആണ്. ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലാണുള്ളത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് സ്പൈസ് ജെറ്റ് പാസഞ്ചർ സേഫ്റ്റി കിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എയർ ഹോസ്റ്റ് ഫ്ലൈറ്റ് ക്രൂ മെമ്പേഴ്സിനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ജിദ്ദ ടു കാലിക്കറ്റ് 5 hours ആണ് ആവറേജ് ഫ്ലൈയിങ് ടൈം. ഫ്ലൈറ്റ് ഡിസ്റ്റൻസ് ഇൻ നോട്ടിക്കൽ മൈൽസ് 2207 ആണ്. And I'm Karan, your senior cabin crew. Thank you. ഇപ്പം നമ്മുടെ ഫ്ലൈറ്റ് ഏപ്രിലിൽ നിന്നും ടാക്സി വേയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എയർ ഹോസ്റ്റ് സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ഡെമോ ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. आपका निकटतम द्वार आपके पीछे भी हो सकता है. कैबिन में अंधेरा होने की स्थिति में एग्जिट पाथ लाइट आपको निकटतम द्वार तक पहुंचने पर पहने और कस के बांधें. रक्षा जैकेट को बनाने के लाल टैग को खींचे या अपना पर्स मास्क हटाने के बाद आरटीओ में हवा भरें. ध्यान आकर्षित करने के लिए एक बत्ती मौजूद है. रक्षा जैकेट को विमान से बाहर निकलते समय ही खुलाएं और अपना मास्क हटाना ना भूलें. धन्यवाद. എയർ ഹോസ്റ്റ് ഡെമോ ചെയ്ത് കാണിച്ച സേഫ്റ്റി മെഷേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എയർക്രാഫ്റ്റ് സേഫ്റ്റി കാർഡ് ഓരോ സീറ്റ് പൗച്ചിലും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലൈറ്റ് ടാക്സി വേയിൽ നിന്നും റൺവേയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന യെല്ലോ ലൈൻ ടാക്സി വേയുടെ എഡ്ജ് മാർക്കിംഗ് ആണ്. അവിടെയുള്ള ലൈറ്റ് എഡ്ജ് ലൈറ്റ് ആണ്. ഇപ്പോൾ ഫ്ലൈറ്റ് റൺവേയിലെത്തി ആൻഡ് ഈസ് റെഡി ടു ടേക്ക് ഓഫ്. ജിദ്ദ എയർപോർട്ടിൽ 3 റൺവേ ആണ് ഉള്ളത്. ഞങ്ങൾ കയറിയ സമയത്ത് ചെറുതായിട്ട് മഴ തൂളുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വിൻഡോയിൽ മോയ്സ്ചർ പ്രസിപ്പിറ്റേഷൻ കാണുന്നത്. റൺവേ റെക്ടാങ്കുലർ ഷേപ്പിലാണ് ഉള്ളത്. നോർമലി അസ്ഫാൾട്ട്, കോൺക്രീറ്റ് അല്ലെങ്കിൽ ഇത് രണ്ടും കൂടിയിട്ടുള്ളതാണ് റൺവേ. ഫ്ലൈറ്റ് ഇപ്പോൾ ജസ്റ്റ് ടേക്ക് ഓഫ് ചെയ്ത് ക്ലൈംബിംഗ് ഫേസിലാണ് ഉള്ളത്. ഫ്ലൈറ്റിൻ്റെ ആവറേജ് ടേക്ക് ഓഫ് സ്പീഡ് എന്ന് പറയുന്നത് 250 km/h ആണ്. ഈ വലതുഭാഗത്ത് കാണുന്നതാണ് ഹജ്ജ് ടെർമിനൽ. നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള റൺവേയിലൂടെയാണ് ടേക്ക് ഓഫ് ചെയ്തത്.
ഞാനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിലാണ്. ഈ കാണുന്നത് മദീന റോഡാണ്. ഇതാണ് ഒബൂർ ബീച്ച്. ഈ കാണുന്നതെല്ലാം ഒബൂർ റിസോർട്ട്സ് ആണ്. ഇതൊക്കെ ഒബൂറിന്റെ പാർട്ടാണ്. കാണുന്ന റൗണ്ട് അബൌട്ട് പ്രിൻസ് അബ്ദുൽ മജീദ് റോഡാണ്. ഇതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് മദീന റോഡ് പാസ് ചെയ്യുന്നത്. ഫ്ലൈറ്റ് നോർമലി ഫ്ലൈ ചെയ്യുന്നത് 10 to 12,000 മീറ്റേഴ്സ് ഓൾട്ടിറ്റ്യൂഡിലാണ്. ഫ്ലൈറ്റ് അറ്റൻഡൻസ് ഇപ്പോൾ സ്നാക്സ് സെർവ് ചെയ്തു. നമുക്ക് കിട്ടിയ സ്നാക്സ് പാക്കിൽ ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത്. വളരെ നല്ല ഹോസ്പിറ്റാലിറ്റി തന്നെയായിരുന്നു. ഇതാണ് കുറച്ച് നല്ല ഏരിയൽ വ്യൂസ്. ഞാൻ ഫ്ലൈറ്റിന്റെ റൈറ്റ് സൈഡിൽ തന്നെയാണ് ഇരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായ ഒത്തിരി കാഴ്ചകൾ എനിക്ക് മൊബൈലിൽ പകർത്തിയെടുക്കാനും സാധിച്ചു. Now be prepared to see a beautiful sunset and aerial view. ലാൻഡിംഗ് ടൈമിനോട് ഏകദേശം അടുത്തപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആയതുകൊണ്ട് പാസഞ്ചർ പേഴ്സണൽ ആൻഡ് ഹെൽത്ത് ഡീറ്റെയിൽസ് ഫിൽ ചെയ്യാനുള്ള ഒരു ഫോം ഫ്ലൈറ്റ് അറ്റൻഡൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. The aircraft comes to a complete stop and wait for our disembarkation announcement.
Now it's almost time to land in Calicut International Airport, our final destination. കാലിക്കറ്റ് എയർപോർട്ട് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഒരു ടേബിൾ ടോപ്പ് റൺവേ ആണ്. ഇതിൻ്റെ റൺവേ എക്സ്ട്രീംലി റഫ് ആൻഡ് അൺഈവൻ ആണ്. ഇതിൻ്റെ ഡാർക്ക് സറൗണ്ടിങ്സും ടേബിൾ ടോപ്പ് സ്ട്രക്ചറും അൺഈവൻ ആൻഡ് റഫ് റൺവേ കാരണവും വിഷ്വൽ ഇല്യൂഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഫ്ലൈറ്റ് ഇപ്പോൾ ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ റൺവേയിൽ ടച്ച് ചെയ്തിരിക്കുകയാണ്. സോ നൗ ജസ്റ്റ് ഫീൽ ദ ലാൻഡിംഗ് എക്സ്പീരിയൻസ് ഫോർ യുവർ സെൽഫ്. कैलिकट में आप सभी का स्वागत है. लोकल टाइम के अनुसार शाम के 8 बजे है. And finally, we reached our destination at 8 p.m. अब आप अपने मोबाइल फोन का इस्तेमाल कर सकते हैं. अपनी सुरक्षा के लिए कैप्टन के सीट बेल्ट साइन बंद करने तक अपनी कुर्सी पर ही बैठे रहें और कुर्सी की बेटी बांधे रखें. Celsius, you may now use your mobile phones for your own safety. Please remain seated with your seatbelt fastened until the captain switches off the fasten seatbelt sign. ഈ കാണുന്നതാണ് എയ്റോ ബ്രിഡ്ജ്. ഇതുവഴിയാണ് പാസഞ്ചേഴ്സ് ഫ്ലൈറ്റിലോട്ട് കയറുന്നതും ടെർമിനലിലോട്ട് പോകുന്നതും. कैबिन में किसी भी सामान को हाथ न लगाएं और आपस में दूरी बनाए रखने के लिए लैडर पर और कोच में बनी मार्किंग्स को फॉलो करें. ഇപ്പോൾ നമ്മൾ എമിഗ്രേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ ഫ്ലൈറ്റിൽ വെച്ച് ഫില്ല് ചെയ്ത ഫോം ഹെൽത്തിൻ്റെ ആളുകൾക്ക് കൈമാറി. അതിനുശേഷം എമിഗ്രേഷനും സെക്യൂരിറ്റി ചെക്കിനും ശേഷം ബാഗേജ് റിക്ലെയിം ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. ബാഗേജ് കെറൗസൽ നമ്പർ 2-ലാണ് നമ്മുടെ ബാഗേജ് വരുന്നത്. ഇപ്പം നമ്മുടെ ബാഗേജ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ടെർമിനൽ എക്സിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്നും ഒരു ടാക്സി വിളിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. So that's the end of our flight journey from Jeddah to Calicut. Hope you guys enjoyed our video. So please don't forget to like, share and subscribe.